എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കുറ്റിക്കുരുമുളക് നട്ടിട്ട് പിടിക്കുന്നില്ല, തൈയൊക്കെയുണ്ട്, പക്ഷേ നല്ല രീതിയിൽ വളരുകയോ ഉൽപ്പാദനം തരികയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നൊരു കംപ്ലൈൻറ്റാണ്. അത് കമൻറ്റ് സെക്ഷനിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും അതിൻ്റെ ഫോട്ടോസ് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മളെ വീട്ടുമുറ്റത്ത് നമ്മൾ ബാക്കി ഒരുപാട് ഫോളിയേജ് പ്ലാന്റ്സ് നടന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. ആ കൂട്ടത്തിൽ വളരെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് കുറ്റിക്കുരുമുളക്. കാരണം നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്താം, അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ ഡീൽ ചെയ്യാനും പറ്റും. കാണാനും നല്ല ഭംഗിയല്ലേ ഇത്? നല്ല പച്ചപ്പാണ് എപ്പോഴും, കളറിൽ വലിയ മാറ്റങ്ങൾ വരില്ല. നന്നായി നോക്കുന്നതിനനുസരിച്ച് വലിയ വലിയ ഇലകളുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന കുരുമുളക് പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം സ്ഥിരമായിട്ട് ഇത് കണ്ടോ, നല്ല മൂത്ത പറിക്കാറായിട്ടുള്ള കുരുമുളകും ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ പുതിയ പുതിയ തിരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ കുരുമുളകും കുറ്റിക്കുരുമുളക് കൃഷിയിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താ അറിയോ, സാധാരണഗതിയിൽ കുരുമുളക് പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലബോറിയസ് പ്രോസസ്സാണ്. ലേബർ ശരിക്കായിട്ട് വേണം. അതേപോലെ തന്നെ നമുക്കതിനെ പറിച്ചെടുക്കുന്നതാണ് കുരുമുളക് കൃഷിയിലെ ഏറ്റവും പ്രശ്നബാധിതമായിട്ടുള്ളൊരു ഭാഗം. അങ്ങനെ നോക്കുമ്പോൾ കുറ്റിക്കുരുമുളക് വളരെ സിമ്പിളാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും കുരുമുളക് നമ്മളെ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്ത് നിർബന്ധമായിട്ടും ഒരു 4 ചട്ടി കുറ്റിക്കുരുമുളക് നട്ടോളൂ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത്. നട്ട് 1 വർഷത്തിനകം തന്നെ ഇത് ഉൽപ്പാദനം തുടങ്ങും. അതുപോലെ തന്നെ 3 വർഷം പ്രായമായിട്ടുള്ള ഒരു കൊടിയിൽ നിന്ന് ശരാശരി നമുക്ക് 350 ഗ്രാം ഉണങ്ങിയ കുരുമുളക് കിട്ടും. അത് നമ്മൾ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ അതിലും കൂടും. വേര് പിടിപ്പിച്ച തൈകളാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് ചെടിച്ചട്ടിയിൽ നടാം, അല്ലെങ്കിൽ മണ്ണിൽ നേരിട്ട് നടാം. ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും കൊടിയുടെ വളർച്ചയും അതേപോലെ തന്നെ ഉൽപ്പാദനവും കിട്ടും. അതുകൊണ്ട് കുഞ്ഞു ചട്ടിയിലൊന്നും കൊണ്ടുപോയിട്ട് കുറ്റിക്കുരുമുളക് നടാൻ പാടില്ല. ഇനിയിപ്പോൾ ചട്ടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഡ്രം ഉണ്ടല്ലോ, കുഞ്ഞു ഡ്രമ്മുകളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറ്റിക്കുരുമുളക് നടാൻ പറ്റും. ഇല്ലെങ്കിൽ മണ്ണിലാണ് തെങ്ങും തോട്ടമാണെങ്കിൽ ഉള്ളതെങ്കിൽ തെങ്ങും തോട്ടത്തിൽ ഇടവിളയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഭവമാണ് കുറ്റിക്കുരുമുളക്. അതായത് നമ്മളവിടെ നട്ട് കഴിഞ്ഞാൽ ഒരു 10 വർഷം വരെ ഗ്യാരണ്ടഡ് ആണ് ഉൽപ്പാദനം. ചെടിച്ചട്ടി തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മേൽമണ്ണ്, അതായത് ജൈവസമ്പുഷ്ടമായിട്ടുള്ള മേൽമണ്ണ്, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, വിവിധ ജൈവവളങ്ങളുടെ ഒരു മിശ്രിതം, പൊടിഞ്ഞ ജൈവവളക്കൂട്ട്, അതായത് നമുക്ക് മണിര കമ്പോസ്റ്റ്, ചാണകപ്പൊടി, അതേപോലെ തന്നെ പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതോടൊപ്പം നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം. കാരണം കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ കുരുമുളക് മുഴുവൻ പോകാനുണ്ടായിരുന്ന പ്രധാന കാരണം കുരുമുളകിൻ്റെ ദ്രുതവാട്ടം എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ കുരുമുളകിൻ്റെ എവിടെ നട്ടാലും ആ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ ട്രൈക്കോഡെർമ എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതിന് നല്ലത് ഈ ജൈവവളത്തോടൊപ്പം തന്നെ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർക്കാം. അല്ലെങ്കിൽ ജൈവവളത്തോടൊപ്പം തന്നെ ഇപ്പോൾ 100 കിലോഗ്രാം ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കൂട്ടിക്കോളൂ. അതിനകത്ത് നമുക്ക് 2 കിലോഗ്രാം ട്രൈക്കോഡെർമയും കൂടി മിക്സ് ചെയ്തിട്ട് ചെടിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു പുട്ടിൻ്റെ നനവ് എപ്പോഴും ആ മണ്ണിനുണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഈ ചെടിച്ചട്ടിയിൽ നിറക്കുന്ന മണ്ണ് നേരത്തെ തന്നെ പൊടിഞ്ഞ കുമ്മായമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഉപയോഗിക്കാൻ. പൊടിഞ്ഞ കുമ്മായം എന്ന് പറയാൻ കാരണം ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഒരുപാട് പുളിരസമുള്ള മണ്ണാണ്. അപ്പോൾ പുളിരസം കളയുന്നതിനായിട്ടാണ് നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത്. അപ്പോൾ മണ്ണ് നമ്മൾ എടുത്തതിന് ശേഷം ഒരു ഗ്രോ ബാഗിലേക്ക് അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലേക്ക് 100 ഗ്രാം എന്നുള്ള രീതിയിൽ, അത്രയും കുമ്മായം വരുന്ന രീതിയിലായിരിക്കണം മണ്ണിനോടൊപ്പം പൊടിഞ്ഞ കുമ്മായം ചേർക്കേണ്ടത്. അത് ചേർക്കുന്ന സമയത്ത് പൊട്ടിൻ്റെ നനവ് മണ്ണിനുണ്ടായിരിക്കണം. അങ്ങനെ വെച്ച് ഏകദേശം 15 ദിവസത്തിന് ശേഷം മാത്രമേ അത് ചെടിച്ചട്ടിയിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവൂ. പിന്നെ കുറ്റിക്കുരുമുളകിനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ അറിയുമോ, സാധാരണഗതിയിൽ കുരുമുളക് നടാൻ നമ്മൾ തിരുവാതിര, ഞാറ്റുവേല എന്നൊക്കെ പറയും. അതേസമയം കുറ്റിക്കുരുമുളകിന് ഇങ്ങനെ ഒരു കാലഘടനയും ഇല്ല. നമുക്ക് എപ്പോഴാണോ നല്ല തൈകൾ കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ നടാൻ വേണ്ടിയിട്ട് തൈകൾ സെലക്ട് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ പന്നിയൂർ റിസർച്ച് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാർഷിക സർവകലാശാല കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുരുമുളകിന് ജൈവവള പ്രയോഗം നടത്തേണ്ടതുണ്ട്. അതായത് പൊടിഞ്ഞ ജൈവവളം,
ഓരോ പ്രാവശ്യം മാറി മാറി പൊടിഞ്ഞ ജൈവവളം പ്രയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പിടി വെണ്ണീര് അല്ലെങ്കിൽ നിങ്ങൾ ചാരെന്ന് പറയുന്ന സംഭവം ഒരു പിടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദ്രുതവാട്ട രോഗം വരാനുള്ള സാധ്യത കുറയും. അതോടൊപ്പം തന്നെ നിറച്ചും തിരികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം, 5 ഗ്രാം വീതം യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് ഇവ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ചേർത്ത് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു 5 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഇതുപോലുള്ള ഞരമ്പ് മാത്രം പച്ച നിറവും അല്ല ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസ് മഞ്ഞ നിറവായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉൽപ്പാദനം കൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇപ്പം നല്ല വേനലല്ലേ, അപ്പം ആവശ്യത്തിന് തണലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുന്നത്. ഒരു 50% ഷെയ്ഡ് വരെ കുരുമുളകിനാവാം. ദിവസവും നനക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ നനക്കുന്ന സമയത്ത് വെള്ളം ചെടിയുടെ മുകളിലേക്ക് കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുകളിലേക്ക് കൂടിയിട്ട് തന്നെ വെള്ളം ഒന്ന് അടിച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോളിനേഷൻ സപ്പോർട്ട്, കുരുമുളകിൻ്റെ പോളിനേഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത് വെള്ളമാണ്. മഴവെള്ളം തന്നെ വേണം നിർബന്ധമില്ല. രാവിലെ നനക്കുമ്പോൾ ചെടിയുടെ മുകളിലും കൂടി നനച്ചു കൊടുത്താൽ ആ പരിപാടി തീർന്നു. ഇനിയിപ്പോൾ തെങ്ങിൻ തോട്ടത്തിൽ ഇടവേളയാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇനം എന്ന് പറയുന്നത് പന്നിയൂർ 2, പന്നിയൂർ 5, വിജയ്, പൗർണമി എന്നിവയാണ്. ഇവയാണ് നമ്മൾ തെങ്ങിൻ തോട്ടങ്ങളിൽ ഇടവേളയാക്കാൻ പറ്റിയ കുരുമുളക് ഇനങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഉൽപ്പാദനം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു ടിപ്പ് എന്താണെന്നറിയോ, ഓൾ 19 ഇല്ലേ, 19 എന്ന് പറയുന്ന രാസവള മിശ്രിതം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കിയതിന് ശേഷം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് കുരുമുളകുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുരുമുളക് തൈകൾ ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.